ജീവിതത്തിൽ അങ്ങനെയൊക്കെയാണ്. നമ്മൾ അപ്രതീക്ഷിതമായി എത്തുന്ന ഒരു ദുരന്തം, അതിനെ എങ്ങനെയെങ്കിലും ഒന്ന് അതിജീവിച്ച് അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് അടുത്തൊരു പരീക്ഷണം പോലെ വീണ്ടും ഒരു ദുരന്തമുണ്ടാവുന്നത്. തുടർച്ചയായുള്ള ദുരന്തങ്ങളിൽ ഇങ്ങനെ നേരിടുമ്പോൾ മനസ്സ് പലപ്പോഴും നിർവികാരമായി പോകും. ആളുകളൊക്കെ വന്ന് പറയും ഞങ്ങൾ കൂടെയുണ്ട്, ചേർത്ത് പിടിക്കാം എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും അവരോടൊക്കെ ഒന്ന് ചിരിച്ചുകൊണ്ടല്ലാതെ എന്താ മറുപടി പറയാൻ ഇനി ഈ കുട്ടിക്ക് കഴിയുക, എന്ത് ആശ്വാസം ചേട്ടാ എന്നായിരിക്കും അവരൊക്കെ പറയുക. പലപ്പോഴും നമുക്ക് ആ കുട്ടിയുടെ മുഖത്തേക്ക് ഒന്നും പറയാൻ പോലും കഴിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ആശ്വാസ വാക്ക് പറയാൻ പോലും ആവാതെ തരിച്ചു നിൽക്കുന്നൊരു മാനസികാവസ്ഥയിലാണ് നമ്മൾ സുധിയുടെയും ജെൻസൻ്റെയും ഒക്കെ വാർത്ത കേട്ടപ്പോൾ. കാരണം ഇവരുമായി ഈ വാർത്താ സംപ്രേഷണത്തിനിടയിൽ നമുക്ക് ഇടപഴകേണ്ടി വരുന്ന നിമിഷങ്ങളിൽ ഇവരടുത്ത് നിന്ന് വർത്തമാനം പറയുമ്പോൾ അറിയാം ഇവരുടെ ഉള്ളിലെ വികാരത്തിൻ്റെ കടൽ. ആ കടലിപ്പോൾ അവരെ ഒരു വലിയ സുനാമിയായി തകർത്ത് കളഞ്ഞുമ്പോൾ നമുക്ക് സുധിയെ തിരിച്ച് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരണം. നമുക്ക് സർക്കാരിനോട് ഒരുമിച്ച് തന്നെ പറയാം. സർക്കാർ തീർച്ചയായും അത് കേൾക്കും എന്നു തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.